സിദ്ധാന്തമാണത് എന്നാണ് സൂചന. അങ്ങനെ ഈ കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തിനാവണം വിവാഹത്തിന് മുൻഗണന കൊടുക്കേണ്ടത്? വിവാഹത്തിന് എന്തിനാ മുൻഗണന കൊടുക്കേണ്ടത്? നിങ്ങൾ പറയും. വിവാഹത്തിന് എന്തിനാ മുൻഗണന കൊടുക്കേണ്ടത്? എങ്ങനെ? കുറെ ഹദീസ് നമ്മളൊക്കെ വിവാഹ വേദിയിൽ പ്രസംഗിക്കുന്ന പ്രസംഗത്തിൽപ്പെട്ടതാണത്. അർത്ഥം സ്വഭാവത്തിൽ നിന്നാണ് അവിടെ ദീനർത്ഥം. സ്വഭാവത്തിൽ മുൻഗണന കൊടുക്കണം. ഞാൻ അല്ലെങ്കിൽ അവസാനം പറഞ്ഞതാണ് തെരുപത്യത. കുടുംബം നാശമായി മാറും. ദീനിന് മുൻഗണന കൊടുക്കാതെ ജമാലിനും അഥവാ സൗന്ദര്യത്തിനും ഹസബിനും തറവാടിത്തത്തിനും അതുപോലെ തന്നെ ധനത്തിനും വേണ്ടി മുൻഗണന കൊടുക്കുന്ന വിവാഹം ഉണ്ടെങ്കിൽ തെരുപത്യത. അവന്റെ ആ കുടുംബം നശിച്ചത് തന്നെ, അശ്ലീകരമായി മാറിയത് തന്നെ, കുത്തുപാളയെടുത്തത് തന്നെ. ഇങ്ങനെ നിങ്ങൾ കൊടുക്കുന്ന നമ്മുടെയൊക്കെ വിവാഹം എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെയൊക്കെ വിവാഹം അഥവാ എനിക്ക് ആളുകളോടാണ് പറയുന്നത്, നമ്മുടെ വിവാഹം പണം ആഗ്രഹിച്ചാണോ അഥവാ സൗന്ദര്യത്തിൽ മാത്രം കേന്ദ്രീകരിച്ചാണോ? അതുമല്ല തറവാടിത്തം നോക്കിയിട്ടാണോ? അതല്ല, ഞാൻ ദീനിന് മുൻഗണന കൊടുത്താണോ എന്റെ പാർട്ട്ണറെ തിരഞ്ഞെടുത്തത് എന്ന് ഓരോരുത്തരും ആലോചിക്കണം. ഇനി ഇതിൽ കല്യാണം കഴിക്കാത്ത കുറച്ച് കുട്ടികളുണ്ട്. അവരാലോചിക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ ഇണകളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇസ്ലാം പറഞ്ഞ ആ മാനദണ്ഡ പ്രകാരമല്ലാതെ നിങ്ങൾ അവിശ്വാസിയെ സ്ത്രീയെ തന്നെ കല്യാണം കഴിക്കുന്ന രൂപത്തിലേക്ക്, പുരുഷനെ കല്യാണം കഴിക്കുന്ന രൂപത്തിലേക്ക്, സമാധാനമില്ലാത്ത ഒരു ജീവിതം, സ്വസ്ഥതയില്ലാത്ത, കാരുണ്യമില്ലാത്ത, പ്രേമമില്ലാത്ത, കാമമില്ലാത്ത, സ്നേഹമില്ലാത്ത, ദീനില്ലാത്ത ഒരു കുടുംബത്തിൽ നിന്നാണ് എന്നെയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ തെരുപത്യത. നിങ്ങളുടെ നായകൾക്ക് പോകും നിങ്ങളുടെ ജീവിതം. വിശുദ്ധ പ്രവാചകന്റെ വാക്കാണത്. നമ്മുടെ ജീവിതം അഥവാ ഈ മുൻഗണന എന്തിനാകണം? 4 കാര്യങ്ങൾ. ഇതൊന്നും പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞില്ല, പക്ഷെ മുൻഗണന എന്നതാണ് ഇസ്ലാം പറഞ്ഞത്, പ്രവാചകൻ പറഞ്ഞത്. സൗന്ദര്യബോധം വിശ്വാസിക്കുണ്ടാകണം, സാമ്പത്തികമായി സ്വസ്ഥമായ അന്തരീക്ഷം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല, തറവാടിത്തം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റല്ല. പക്ഷേ മുൻഗണന അവയ്ക്കായാൽ ദീനിലില്ലാത്ത, സ്വഭാവത്തിലില്ലാത്ത, സൽസ്വഭാവിയല്ലാത്ത ഒരാളെയാണ് നിങ്ങൾ കല്യാണം കഴിക്കുന്നതെങ്കിൽ നാശമാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നമ്മുടെ ജീവിതം